ഹായ് കൂട്ടുകാരെ, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒരു കാഴ്ച കാണാട്ടോ. അവൾ കാറ് നിർത്തുന്നുണ്ട്. ആ ഒരു സമയത്താണ് അവിടെ അനാമികയുടെ കാമുകൻ ഇരുന്ന് സംസാരിക്കുന്നത് കാണുന്നത്. അത് അനാമികയല്ലേ? അവള് വെറുതെയല്ല ഞാൻ വിളിച്ചപ്പോൾ വീട്ടിലേക്ക് വരാതിരുന്നത്. അവളുടെ ചുറ്റിക്കളി അവിടെ നടക്കില്ലല്ലോ. അപ്പോൾ ഇവളുടെ പരിപാടി ഇത് തന്നെയാണ്. ആനി അന്ന് പറഞ്ഞപ്പോൾ അത്രക്കൊന്ന് സീരിയസ് ആയിട്ട് എടുത്തില്ല. അവൻ അവളോട് അകൽച്ച കാണിക്കുന്നതിൽ അവൾ ചെയ്യുന്ന ഒരു പ്രതികരണം മാത്രമാണെന്നാ കരുതിയത്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ദേവയാനി അവരെ തന്നെ നോക്കാട്ടോ. എന്നിട്ട് ഫോണിൽ രണ്ടുപേരുടെയും ഫോട്ടോ എടുക്കുന്നുണ്ട്. വെറുതെയല്ല അനാമികയെ ആനി ഇത്രയേറെ വെറുക്കുന്നത്. ഒരിക്കലും അവൻക്ക് ചേർന്ന ഒരു പെൺകുട്ടിയെ അല്ല. എല്ലാവരും കൂടെ ചേർന്ന് ആ പാവത്തിൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചില്ല. ഇവളെ തലയിൽ കെട്ടിവെച്ചും ഇവളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണമായിരുന്നു. അന്ന് അനിയെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി നല്ല കുടുംബം എന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. നേനയും നബിയോടും ദേഷ്യവും വെറുപ്പും കാരണം മറ്റൊന്നും ചിന്തിച്ചില്ല. അവളെ തലയിൽ എടുത്തു വെച്ചു എല്ലാവരും കൂടെ. ഇപ്പോൾ ആ പാവത്തിൻ്റെ ജീവിതമാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദേവയാനി തിരികെ പോകുന്നുണ്ട്. ദേവയാനിയുടെ മനസ്സ് ഒരു കടല് പോലെ ഇളകാണ്. അവർ അപ്പോഴും ചിന്തിക്കുന്നത് അനിയെക്കുറിച്ചാണ്. അവനെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. അങ്ങനെ അനാമികയുടെ കാര്യങ്ങൾ ഓർത്ത് നിൽക്കുന്ന ദേവയാനിയുടെ അരികിലേക്ക് നയന വരുന്നുണ്ട്. എന്താ അമ്മേ, ആകെ മൂഡ് ഓഫ് ആണല്ലോ? ഒന്നുമില്ല മോളെ, ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട്. അതല്ല, എന്തോ പറ്റിയിട്ടുണ്ട്. അമ്മ എന്നിൽ നിന്ന് എന്തോ മറക്കുന്നുണ്ട്. ദേ നോക്കെന്ന് പറഞ്ഞ് മൊബൈലെടുത്ത ഫോട്ടോ നയനയെ കാണിക്കാണ്. അയ്യോ, ഇവളെന്ത് ഭാവിച്ചാ? അതാ പറഞ്ഞത്, അവൾ ഒരിക്കലും അനിയുടെ കൂടെ ജീവിക്കാൻ വന്നവളല്ല. അവൾക്ക് മറ്റെന്തോ ദുരുദ്ദേശമുണ്ട്. അവൻ്റെ ജീവിതം നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഇല്ലാതാക്കിയില്ലേ? അവൻ ആഗ്രഹിച്ച പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാമായിരുന്നോ? അതൊന്നും ആരും അംഗീകരിക്കില്ല അമ്മേ. ഒരിക്കലും നന്ദി ഇങ്ങോട്ട് വരാൻ പാടില്ല. അവൾക്ക് മറ്റൊരു ജീവിതം വേണം. എന്നാലോ അനിയും സന്തോഷത്തോടെ മറ്റൊരു ജീവിതം കണ്ടെത്തിയേ മതിയാവൂ എന്ന് പറയാണ്. ഇവളുടെ കൂടെ ഒരിക്കലും അവൻക്കൊരു സന്തോഷകരമായ ജീവിതം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അത് ഇവളുടെ സ്വഭാവം മാറാനും പോകുന്നില്ല. മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞത് കേട്ടല്ലോ അമ്മേ. ഈ വീട്ടിൽ ആരും അങ്ങനെ ബന്ധം ഒഴിഞ്ഞിട്ടില്ലെന്ന്. എങ്ങനെയൊക്കെ ആയാലും അത് ചേർത്തിണക്കാൻ നോക്കൂ. ഓ, എന്തിനു വേണ്ടി ഇവളെപ്പോലെ ഒരുത്തിയെ എന്തിനാ പാവത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത്? എൻ്റെ മനസ്സിലിപ്പോൾ പലതാണ്. എന്താ അമ്മേ, അവിവേകൊന്നും കാണിക്കേണ്ട. തൽക്കാലം അനിയോടും അനാമികയോടും നമുക്ക് സംസാരിക്കാം. കഴിഞ്ഞതെല്ലാം മറന്ന് നല്ലവരായിട്ട് ജീവിക്കാൻ പറ്റിയെങ്കിൽ അവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിച്ചാൽ അത് അടിപൊളിയായിരിക്കില്ലേ? എന്തായാലും സംസാരിക്കാം. അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും വാഴിയിരിക്കുന്നത് എനിക്ക് കേൾക്കാൻ വയ്യ എന്ന് ദേവയാനി പറയുന്നു. അങ്ങനെ ദേവയാനി എങ്ങനെയെങ്കിലും അവളെ പൂട്ടണം. അതിനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ആ ഒരു സമയത്ത് ദേവയാനി ആ അനാമികയുടെ കാമുകനെ കാണുന്നുണ്ട്. ഡാ നിക്കട അവിടെ. ആ സമയം അയാൾ ചോദിക്കും, എന്താ മാഡം, എന്താ നിങ്ങൾക്ക് വേണ്ടത്? അതെ, നിന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, ആ അനാമിക. അവൾ നീയും എന്താ ബന്ധം? അതെന്താ അങ്ങനെ ചോദിച്ചത്? അവളെ എൻ്റെ വീട്ടിലെ മരുമോളാണ്. അവളെ ഇടയ്ക്കൊക്കെ നിന്റെ കൂടെ കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? അത് പിന്നെ അവളുടെ ഭർത്താവായിട്ട് അവൾ നല്ല ടച്ചിലൊന്നും അല്ലല്ലോ. അവൾ ഏത് നിമിഷം അവിടെ നിന്ന് ഇറങ്ങി വരും. എന്നെ വിവാഹം കഴിക്കാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഓഹോ, അപ്പോൾ അത്രടം വരെ കാര്യങ്ങളായില്ലേ? എന്നാൽ നീ കേട്ടോ, ഒരിക്കലും അവൾ നിനക്ക് തരാൻ പോകുന്നില്ല. അവളെ ഒരു വഞ്ചകിയാണ്. ആ വീട്ടിലെ സ്വർണവും പണവും കണ്ടിട്ട് അനിയുടെ കൂടെ കൂടിയതാണ്. പക്ഷെ നിന്നെയും അവൾ നാളെ ചതിക്കില്ലെന്ന് എന്താ ഉറപ്പ്? അപ്പോൾ അവൻ പറയും, അങ്ങനൊന്നും ചെയ്യില്ല. ആര് പറഞ്ഞ് ചെയ്യില്ലെന്ന്? ഇന്ന് സ്വന്തം ഭർത്താവിനെയും കുടുംബത്തെയും ചതിക്കുന്നവൾ നാളെ നിന്നെ ചതിക്കില്ലെന്ന് ആര് കണ്ടു? അപ്പോൾ അവനാകെ കൺഫ്യൂഷനായിട്ട് നിൽക്കാട്ടോ. ശരി മാഡം, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അയാൾ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം ദേവയാനി, നിനക്കുള്ള പണി ഒരുങ്ങിക്കഴിഞ്ഞ മോളെ. നിനക്ക് ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം. ഒരിക്കലും നന്ദു ആ വീട്ടിലേക്ക് വരരുതെന്നല്ലേ നീ ആഗ്രഹിക്കുന്നത്? പക്ഷേ നന്ദു നിന്റെ മുമ്പിൽ തന്നെ കൈപ്പിടിച്ച് അനി കൊണ്ടുവരുന്ന ഒരു രംഗം ഞാൻ സൃഷ്ടിക്കും. നീ നോക്കിക്കോ. നിനക്ക് ചില്ലറ പണിയൊന്നുമല്ല ഈ ദേവയാനി ഒരുക്കാൻ പോകുന്നത്. തൽക്കാലം എൻ്റെ മനസ്സിലിരിപ്പ് നയനയോ ആദർശോ അറിയാൻ പാടില്ല. അറിഞ്ഞാൽ തന്നെ അവരത് അംഗീകരിക്കാനും പോകുന്നില്ല. അങ്ങനെ ദേവയാനി നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാട്ടോ. SIയെ കാണണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കോൺസ്റ്റബിൾ വന്നിട്ട് ഒരു മേഡം കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയാണ്. ആരാണ് അറിയില്ല എന്ന് പറയുന്നുണ്ട്. അവർക്ക് ദേവയാനി മനസ്സിലായി കാണില്ല. അങ്ങനെ ദേവയാനി അകത്തേക്ക് വരുമ്പോൾ എണീറ്റ് നിന്നിട്ട് നന്ദു ചോദിക്കും, അയ്യോ ആൻറ്റിയോ, എന്തിനാ ഇങ്ങോട്ട് വന്നത്? വിളിച്ചാൽ പോരായിരുന്നോ? അതെ മോളെ, എനിക്ക് ഇവിടെ വന്ന് കാണണമെന്ന് തോന്നി, അങ്ങനെ വന്നതാ. പിന്നെ മോളെ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താ കാര്യം? അത് പിന്നെ ഞാനിന്ന് ഒരു കാര്യം കണ്ടിരുന്നു. അനാമികയും അവളുടെ കാമുകനും ഇരുന്ന് സംസാരിക്കുന്നത്. ആനി എന്ന് പറഞ്ഞപ്പോൾ അത്ര കാര്യമായിട്ട് ഞാൻ എടുത്തില്ല. പക്ഷേ അവർ സീരിയസ് ആണ്. അവൻ ഏത് നിമിഷം അവൾ ചതിച്ച് അവൻ്റെ സ്വർണവും പണവും ഒക്കെ ആയിട്ട് മുങ്ങിക്കളയുമെന്ന് ഉറപ്പാണ്. അവൾ മറ്റെന്തോ ലക്ഷ്യം വെച്ചോണ്ടാണ് അനന്തപുരിയിലേക്ക് വന്നത്. അല്ലാതെ ഒരിക്കലും അവനെ സ്നേഹിക്കാനോ അവനെ ഇഷ്ടപ്പെടാനല്ല അവൾ അങ്ങോട്ട് വന്നിട്ടുള്ളത്. അതൊക്കെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു.
പക്ഷേ ഇപ്പം എന്തിനാ ഈ കാര്യമൊക്കെ എന്നോട് പറയുന്നത്? അവനക്കൊരു നല്ല ജീവിതം വേണം അവൾ ആഗ്രഹിക്കുന്നത്. നന്ദുവിനെ ഒരിക്കലും അവൻ വിവാഹം കഴിക്കാൻ പാടില്ലെന്നാണ്. എന്നാൽ അവളുടെ മനസ്സ് തുളച്ച് കയറിക്കൊണ്ട് നന്ദു അവനെ വിവാഹം കഴിക്കണം. ഇത് കേട്ട നന്ദു ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. ആ സമയം അവിടേക്ക് അനി വരുന്നുണ്ട്. അവിടെ ദേവയാനുള്ള കാര്യം അറിയാതെയാണ് വരുന്നത്. നന്ദുവിനെ ഒരുപാട് തവണ വിളിച്ചെങ്കിലും അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ അവളെ കാണാനായിട്ട് തന്നെ വരികയാണ്. കോൺസ്റ്റേബിൾ ആ സമയം അനിയോട് പറയും, ഇപ്പം മേഡത്തെ കാണാൻ പറ്റില്ല, ഒരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാം. അതൊന്നും കുഴപ്പമില്ല, എന്നെ കാണുമ്പോൾ ആരാണോ സംസാരിച്ച് അവർ ഇറങ്ങിപ്പോയിക്കോളും. അങ്ങനെ അനി ഇവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ആ സമയം തന്നെ ദേവയാനിയും നന്ദുവും കൂടെ ഈ കാര്യങ്ങളൊക്കെ പറയാണ്. മോളെ, എനിക്ക് നിന്നോട് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ. നന്ദു, നീയും അനിയാണ് ഒന്നിക്കേണ്ടത്. നീ അവനെ ഒരിക്കലും കൈവിടരുത്. അവനെ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. അയ്യോ, എന്തൊക്കെയാ ഈ പറയുന്നത്? നൈനേച്ചി അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങോട്ട് വന്നത്? ഇല്ല, അവരൊന്നും അറിഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കില്ല. പക്ഷേ നീ ഒരിക്കലും അവനെ കൈവിടരുത്. നിങ്ങളുടെ രണ്ടുപേരുടെ വിവാഹം നടക്കണം. നിന്റെ അച്ഛനും അമ്മയും ആദ്യമൊക്കെ സങ്കടപ്പെടുമെങ്കിലും പിന്നെ അവർക്ക് മനസ്സിലാവും. മോളുടെ മനസ്സ് മനസ്സിലാക്കി അവർ വിവാഹത്തിന് സമ്മതിച്ചെന്ന് അവർക്ക് മനസ്സിലാവും. അയ്യോ ആൻറ്റി, അതൊന്നും വേണ്ട, ഞാനൊരു കാര്യം പറയാം, നീ അത് കേൾക്കണം എന്ന് പറഞ്ഞ് നന്ദുവിനോട് കുറേ സംസാരിച്ച് അവളുടെ മനസ്സ് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഇടിച്ചു കീറി അങ്ങോട്ട് അനി എത്തുന്നത്. അപ്പോൾ ദേവയാനി കണ്ട അനി പരിങ്ങലോട്, വല്യമ്മയോ എന്താ എനിക്കിവിടെ വരാൻ പാടില്ല? അല്ല, നീ എന്താ പോലീസ് സ്റ്റേഷനിൽ നിനക്ക് വല്ല പരാതി നൽകാനുണ്ടോ? അയ്യോ അതല്ല വല്യമ്മേ, പിന്നെന്താ, നിനക്ക് ഈ SI പരാതി തന്നെ ആയിരിക്കുമല്ലേ? എന്നാൽ പരാതി ബോധിപ്പിച്ചോ. അല്ല വല്യമ്മേ, ഞാൻ എന്ന് പറഞ്ഞ് തല ചൊറിഞ്ഞ് നിൽക്കാട്ടോ. എടാ, നീ വന്നത് എന്തിനാണെന്നൊക്കെ എനിക്ക് നല്ല ബോധമുണ്ട്. എന്തായാലും നീ മോളെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നുണ്ടല്ലോ, അത് അവൾ എന്നോട് പറയായിരുന്നു. നീ ഇനി മേനൽ ഇവളുടെ പുറകെ നടന്ന് ശല്യം ചെയ്താലുണ്ടല്ലോ, പിന്നെ അനി നിനക്ക് എൻ്റെ സ്വഭാവം അറിയാനിട്ടാണ് എന്ന് പറഞ്ഞ് ദേവിയാനി ഭീഷണിപ്പെടുത്തുന്നു കേട്ടോ. ആ സമയം അനി നന്ദുവിനെ നോക്കിയിട്ട് പറയും, അല്ല നീ എന്താ കോൾ എടുക്കാത്തത്? അത് പറയാനാണടാ നീ ഇങ്ങോട്ട് വന്നത്. ഇനി ഇവളുടെ പുറകെ നടന്ന് നീ ശല്യം ചെയ്യരുത്. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം. ഇത് കേട്ട അനി വാ പൊളിക്കാട്ടോ. എന്താ വല്യമ്മ, തലക്ക് സുഖമില്ലാതായോ? അതേടാ, എൻ്റെ തലക്കിപ്പോൾ നല്ല സുഖമില്ലാതായി. അതുകൊണ്ടാ പറഞ്ഞത്, രണ്ടുപേരുടെയും വിവാഹം നടത്താൻ ഞാൻ തീരുമാനിച്ചു. എന്നാൽ പിന്നെ ഇവളുടെ പുറകെ നടന്ന് നീ ശല്യം ചെയ്യില്ലല്ലോ. അല്ല, ഞാൻ കാണുന്നത് സ്വപ്നമാണോ എന്ന മട്ടിൽ തന്നെ അനി ഇങ്ങനെ താടക്ക് കൈ കൊടുക്കാട്ടോ. എടാ ഒന്ന് പോയിക്ക, ഞാൻ മോളോട് ആ കാര്യം സംസാരിക്കാനാ വന്നത്. നിനക്കൊരിക്കലും ആ അനാമിക ചേരില്ല. ദേ ഇവളെപ്പോലെ നല്ലൊരു പെൺകുട്ടി നിനക്ക് ചേരൂ, അത് പറയാനും കൂടെ ഞാൻ വന്നത്. അതുകൊണ്ട് ഇവളുടെ മനസ്സ് ഇപ്പോഴും ഇവളുടെ ചേച്ചിമാരെ ഭയന്നിട്ട് നിൽക്കാണ്. ഇവളുടെ മനസ്സ് മാറ്റിയെടുക്കേണ്ട കാലം ഇനി എനിക്കാവുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് രണ്ടുപേരുടെ വിവാഹം നടത്തണം. എന്നിട്ട് അനാമികയുടെ മുമ്പിലൂടെ കൈ പിടിച്ച് നീ നടക്കണം. അവളിപ്പോൾ മറ്റ് ആണുങ്ങളുടെ കൂടെയാണല്ലോ നടത്തം. അതുകൊണ്ട് അവൾ ഒരിക്കലും നിനക്ക് ചേർന്ന പെൺകുട്ടിയല്ല. അവൾ മറ്റെന്തൊക്കെയാണ് ഉദ്ദേശിച്ചാ നിന്റെ അരികിലേക്ക് വന്നിട്ടുള്ളത്. ആ കാര്യം ഓർമ്മ ഉള്ളതുകൊണ്ട് മാത്രം ഇങ്ങനൊരു കാര്യത്തിൽ ഞാൻ കൂട്ടു നിൽക്കുന്നത്. മുത്തശ്ശിയും ആദർശും എല്ലാവരും എന്തായാലും എന്നെ വഴക്ക് പറയും. അവരെന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്നാലും എൻ്റെ ജീവിതം എന്തായാലും എനിക്ക് പ്രശ്നമല്ല. നിൻ്റെ ജീവിതം നന്നാവണം മോനെ. എൻ്റെ ആദർശിനെ പോലെ തന്നെയാണ് നിന്നെ ഞാൻ കണ്ടിട്ടുള്ളത്. വല്യമ്മ ഒരുപാട് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അനി വല്യമ്മയുടെ കൈ പിടിക്കുന്നുണ്ട്. താങ്ക്സ് ഒന്നും വേണ്ട, പക്ഷേ ഇവളിപ്പോഴും സമ്മതിച്ചിട്ടില്ല. ഇവളുടെ വീട്ടുകാർ, ഇവളുടെ അച്ഛന് അമ്മ ചേച്ചിമാരെന്നൊക്കെ കരുതിക്കൊണ്ട് ഇവൾ ഇരിക്കാണ്. ഇവൾക്ക് പാതി സമ്മതം വന്ന പോലെ എനിക്ക് തോന്നിയത്. എന്നാലും ഇവൾക്ക് നിന്നോട് ഇഷ്ടമുണ്ട്. നന്ദു പ്ലീസ് നന്ദു, വല്യമ്മ നമ്മുടെ കൂടെയില്ലേ, നീ ഒന്ന് സമ്മതിക്ക്. അവളെപ്പോലുള്ളൊരു ക്രിമിനലാണോ എൻ്റെ കൂടെയുള്ളത്? നിനക്കറിയാലോ അവൾ വീട്ടിൽ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ. ആ സമയം കൊണ്ട് തന്നെ ദേവയാനി അവളാണ് പാലിൽ വിഷം ചേർത്തെന്ന കാര്യവും മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതോടുകൂടെ തന്നെ ഈ ഒരു തീരുമാനം എടുക്കാൻ ദേവയാനിയെ പ്രേരിപ്പിച്ചത്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ ശരി തന്നെ. പക്ഷേ നൈന ചേച്ചി എന്നോട് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ഞാൻ എങ്ങനെ ചെയ്യാം? നൈന ചേച്ചിയുടെ ജീവിതമല്ലല്ലോ നമ്മൾ രണ്ടുപേരല്ലേ ജീവിക്കേണ്ടത്. നിനക്കൊരു ജീവിതം വേണ്ട നന്ദു. ഒരിക്കലും എന്നെ മനസ്സിലിട്ടുകൊണ്ട് നീ മറ്റൊരു പുരുഷൻ്റെ കൂടെ പോയി ജീവിക്കുമെന്ന് എനിക്ക് തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വല്യമ്മ പറയുന്നത് ഒന്ന് കേൾക്കെന്ന് പറയുന്നുണ്ട്. എടാ മോനെ, അവൾ അനുസരിക്കും. മോളെ നീ സമ്മതിക്ക്. നീ ഇനി മുതൽ അനിയുടെ പെണ്ണാണ്. അനിയുടെ പെണ്ണായിട്ട് അനന്തപുരിയിലേക്ക് വരേണ്ടവളാണ്. നീ വിവാഹത്തിന് സമ്മതിക്ക്. രണ്ടുപേരുടെ വിവാഹം ഈ വല്യമ്മ നടത്തും. ഞാൻ രജിസ്റ്റർ ഓഫീസിൽ പോയി സംസാരിച്ചിട്ട് എല്ലാം രഹസ്യമായിരിക്കും. പക്ഷേ ഈ കാര്യം രജിസ്റ്റർ കഴിയണ വരെ ആരും തന്നെ അറിയാൻ പാടില്ല. അങ്ങനെ അവരെല്ലാം സംസാരിച്ച് ഓക്കെ ആക്കുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം ഇങ്ങനെ അവരുടെ രജിസ്റ്റർ വിവാഹം നടത്താം എന്ന് പറഞ്ഞ ദിവസം തന്നെ ദേവയാനി ഒരു മുഹൂർത്തമൊക്കെ തിരുമേനിയെ കണ്ട് പൂജിച്ച് വാങ്ങുന്നുണ്ട്.
വാങ്ങുന്നുണ്ട് കേട്ടോ, താലിയൊക്കെ പൂജിച്ച് വാങ്ങാണ്. അമ്മയ്ക്ക് എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ നയന. അങ്ങനെ നയന ഇങ്ങനെ ഇടയ്ക്കൊക്കെ ദേവയാനി വാച്ച് ചെയ്യാൻ തോന്നുമ്പോൾ എന്തോ ഒരു പരിങ്ങൽ, എന്താ അമ്മേ, എന്താ അമ്മ മറക്കുന്നുണ്ടല്ലോ, എന്തോ ഒരു കള്ളത്തരം മണക്കുന്നുണ്ട്. ഹൈ മോളെ, എന്തിനാ ഞാൻ കള്ളത്തരം കാണിക്കുന്നത്? നീ അറിയാത്ത ഒരു കേസും എൻ്റെ മനസ്സിലില്ല. പക്ഷേ ഈയിടായിട്ട് എന്തോ അമ്മ മറക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നയനയുടെ ഈ വാക്കുകൾ കേട്ടതും ദേവയാനി പകപ്പോടെ അവളെ നോക്കാം. എന്താ നീ ഈ പറയുന്നത്? അല്ല, എന്തോ ഒരു കള്ളത്തരം അമ്മയുടെ ഈ പരിങ്ങലും മട്ടും പാവയ്ക്ക് കാണുമ്പോൾ എനിക്കെന്തോ ഭയം തോന്നുന്നു. എന്തോ ഒരു പണി ഒപ്പിക്കാൻ പോകുന്ന പോലെ. എൻ്റെ മോളെ, നിനക്ക് നല്ലതല്ലാതെ ഞാൻ എന്തെങ്കിലും പണി ഒപ്പിക്കുമോ? നീ വാ, ഞാൻ കാണിച്ചു തരാം എന്തായിരിക്കുമെന്ന്. ആ തൽക്കാലം നീ ഇവിടെ ഇരുന്നാൽ മതി, ബാക്കിയൊക്കെ ഞാൻ എല്ലാം ഓക്കെ എന്ന് വെച്ചാൽ നിന്നോട് പറയാം. എന്നാലും എന്തായിരിക്കും? അങ്ങനെ ദേവയാനി ആ രജിസ്റ്റർ ചെയ്ത ആ ഒരു ദിവസം നേരത്തെ തന്നെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് താലിയെല്ലാം പൂജിച്ച് വാങ്ങുന്നുണ്ട്. അങ്ങനെ ദേവയാനിയെ ഫോളോ ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയാണ്. അമ്മ എന്തോ മനസ്സിൽ കരുതി കൂട്ടിയിട്ടാണ് ഈ പുറപ്പെടുന്നതെന്ന് മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ അവിടെ അനി നേരത്തെ തന്നെ അവളുടെ കൂട്ടുകാരുമൊത്ത് അവിടെ എത്തിയിട്ടുണ്ടാവും രജിസ്റ്റർ ഓഫീസിൽ. ആ സമയത്തേക്ക് അവിടേക്ക് വന്ന ദേവയാനി ചോദിക്കും, അല്ല അനി, നന്ദു വന്നില്ലേ? ഇല്ല വല്യമ്മേ, എനിക്കെന്തോ ആകെ ടെൻഷൻ. നീ അവളെ വിളിച്ചില്ലേ? വിളിച്ചു, കോൾ എടുക്കുന്നില്ല. പക്ഷേ അവൾ ഇനി ചതിക്കോ? അവളുടെ മനസ്സ് മാറാൻ നല്ല ചാൻസ് ഉണ്ട്. ഈ രജിസ്റ്റർ കഴിയുന്നത് വരെ എനിക്ക് നല്ല ടെൻഷനായിരിക്കും. അങ്ങനെ അവിടെ ഫോളോ ചെയ്ത് വന്ന നേനെ കാണുന്നുണ്ട് കേട്ടോ. അനിയെയും അതുപോലെ ദേവയാനി സംസാരിക്കുന്ന അമ്മയുടെ പ്ലാനിങ് മനസ്സിലാക്കാണ്. അപ്പം തന്നെ നന്ദുവിനെ വിളിച്ചിട്ട് നേനെ പറയും, നന്ദു, എല്ലാം എനിക്ക് മനസ്സിലായി. നീ ഇങ്ങനെ ചതിക്കുമെന്ന് കരുതിയില്ല. നീ അമ്മയുടെ കൂടെ കൂടി നീ എന്തൊക്കെയാണ് ചെയ്തു വെക്കാൻ പോകുന്നത്? എന്തൊരു വലിയ ഭൂകമ്പ അനന്തപുരിൽ ഉണ്ടാകാൻ പോകുന്നത് നിനക്കറിയാമോ? ചിലപ്പോൾ ആദർശേട്ടന് പോലും എന്നെ വെറുതെ പോകും. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാണ്. നീ തൽക്കാലം രജിസ്റ്റർ ഓഫീസിലേക്ക് പോകരുത്. ഈ പ്രശ്നം ഞാൻ എങ്ങനെ അവസാനിപ്പിക്കുമെന്ന് നോക്കിക്കോളാം. ഒടുവിൽ നേരെ ഇടപെട്ട് ആ ഒരു പ്ലാനിങ് പൊളിച്ചെടുക്കാട്ടോ. ഒടുവിൽ നിയന്ത്രണം വിട്ട് അനി തനിക്ക് തൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ ഒരുപാട് ആശിച്ചതാണ്. വല്യമ്മയും കൂടെ കൂട്ടുനിന്നപ്പോൾ ആ അനാമികൾക്ക് ഒരു പണി കൊടുക്കുക. നന്ദു തൻ്റേതായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനില്ലല്ലോ എന്നൊരു ആയിരുന്നു കേട്ടോ. അങ്ങനെ നന്ദു വാക്ക് മാറ്റിയതോടു കൂടെ തന്നെ വളരെ നിരാശയിലായിരുന്നു അനിയും വല്യമ്മയും. ആ ഒരു സമയത്താണ് അവന് ആ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് അവളുടെ കഴുത്തിലും ആ താലി കെട്ടുന്ന ആ ഒരു രംഗം അപ്പോഴാണ് കേട്ടോ സംഭവിക്കുന്നത്. സകല നിയന്ത്രണവും വിട്ടിട്ട് അനി അത് ചെയ്തു പോകുന്നതാണ്. അതിൽ ദേവയാനിക്കും വലിയ സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. നല്ലൊരു അടിപൊളി കിടിലൻ എപ്പിസോഡാട്ടോ. ദേവയാനി ഇറങ്ങി പുറപ്പെട്ടാണ് അനാമികയുടെ കള്ളത്തരങ്ങൾ പൊളിക്കാനും നല്ല മറുപടി ജാനകിക്കും അഭിക്കും കൊടുക്കാനൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ ദേവയാനിയുടെ 8ന്റെ പണിയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്.